ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ഊർജിതാന്വേഷണം തുടങ്ങി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം. ദുൽഖർ സൽമാൻ ഉൾപ്പെടെ വാഹനമുടമകൾ നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകും. വീട്ടിൽ നിന്ന് 2 വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ അർദ്ധരാത്രി മുഴുവൻ കസ്റ്റംസ് ചോദ്യം ചെയ്തു. അമിതിന്റെ കൂടുതൽ കാറുകൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. വാഹന ഇറക്കുമതിയിൽ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ സാധ്യതയുണ്ടെന്ന് കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞതിനാൽ ED അന്വേഷണത്തിനും സാധ്യതയുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടന്ന പരിശോധനയിൽ 36 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ പിടിച്ചെടുത്തത് വിശദീകരിക്കുന്ന വാർത്താ സമ്മേളനത്തിനിടെ കസ്റ്റംസ് കമ്മീഷണറെ വിളിച്ചതാര്? കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിക്കുന്നതിനിടെ വന്ന ഫോൺ കോളിന് പിന്നാലെ കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. കമ്മീഷണറെ പരിഭ്രമിപ്പിച്ച ആ കോൾ ആരുടേതെന്ന ചോദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. Sir, already going on, sir. 6:30 was the time, sir. They all come and it's already halfway through, sir. We have not given any sensitive information, sir. We have only said that investigation, all questions, investigation going on, and we are looking at it. But of course, we have told that army insignia and the embassy details are already investigation. പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും. ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവന്ന് വൻ നികുതി തട്ടിപ്പ് നടത്തുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ കസ്റ്റംസ് പുറത്തുവിട്ടത്. എന്താണ് ഭൂട്ടാനോട് നികുതി വെട്ടിപ്പുകാർക്ക് ഇത്ര താല്പര്യം? എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്? ഇതൊന്ന് നമുക്ക് നോക്കാം. ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവന്ന് വൻ നികുതി തട്ടിപ്പ്, അതും പഴയ വാഹനങ്ങൾ. അതെന്തിനാണ് ഭൂട്ടാനിൽ നിന്നിങ്ങനെ വാഹനങ്ങൾ കൊണ്ടുവരുന്നത്? എന്താണ് ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പ്? വിശദമായി തന്നെ പറയാം. ഇന്ന് കേരളത്തിൽ നടന്ന ഓപ്പറേഷൻ നുങ്ഖോർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നുങ്ഖോർ എന്ന വാക്കിന് ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നർത്ഥം. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിൻറ്റേജ് വിഭാഗത്തിൽ പെടുന്നതുമായ 150ഓളം വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേക്കുറിച്ച് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത്. ഇതിൽ 20ഓളം വാഹനങ്ങൾ കേരളത്തിലെത്തിയതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. ലാൻഡ് ക്രൂയിസർ, ലാൻഡ് റോവർ തുടങ്ങിയ പ്രീമിയം വാഹനങ്ങളാണ് ഇങ്ങനെ കടത്തിയത്. വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവരാനും രജിസ്റ്റർ ചെയ്യാനും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും അടങ്ങുന്ന വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഈ തട്ടിപ്പ് ഇത്തരത്തിൽ നടന്നു വരുന്നതായാണ് കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ. ഭൂട്ടാൻ സൈന്യം നിശ്ചിത സമയം ഉപയോഗിച്ച ശേഷം വാഹനങ്ങൾ ലേലം ചെയ്യാറുണ്ട്. അങ്ങനെ ഉപേക്ഷിച്ച വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൊള്ള വിലയ്ക്ക് വിൽക്കുന്നതാണ് തട്ടിപ്പിന്റെ പ്രധാന രീതികളിലൊന്ന്. വിദേശത്ത് നിന്ന് വാഹനങ്ങൾ ഭൂട്ടാനിലെത്തിച്ച് അവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം ഇന്ത്യയിൽ എത്തിക്കുന്നതാണ് തട്ടിപ്പിന്റെ മറ്റൊരു വഴി. ഇതോടൊപ്പം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലൂടെ പാസ് ഉണ്ടെങ്കിൽ നേരിട്ട് വാഹനങ്ങൾ ഓടിച്ചു വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയും ഇന്ത്യയിലേക്ക് വാഹനം എത്തിക്കാം. ഈ 3 വഴികളിലൂടെ വാഹനങ്ങൾ എത്തിച്ച് വൻ നികുതി വെട്ടിപ്പാണ് നടക്കുന്നത്. ലേലത്തിൽ വയ്ക്കുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൊള്ള വിലയ്ക്ക് വിറ്റ് പണം ഉണ്ടാക്കുകയാണ് ഈ സംഘം ചെയ്യുന്നത്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാർ 10 ലക്ഷത്തിനും 3 ലക്ഷത്തിന് വാങ്ങിയ കാർ 30 ലക്ഷത്തിനുമൊക്കെ വിറ്റു എന്നാണ് കണ്ടെത്തൽ. ഹിമാചൽ പ്രദേശിലെ HP52 എന്ന രജിസ്ട്രേഷൻ നമ്പറിലാണ് കൂടുതലും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യൻ വാഹനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഹിമാചൽ പ്രദേശിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്. അവിടെയുള്ള രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ NOC ഉൾപ്പെടെയാണ് കേരളത്തിൽ കാറുകൾ വിറ്റതും. വാഹനങ്ങൾ തീരുവ അടയ്ക്കാതെ രാജ്യത്തെത്തിച്ച് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ശേഷം വൻ വിലയിൽ മറിച്ചു വിൽക്കുന്ന ഒരു സംഘം തന്നെയുണ്ട്.
ഭൂട്ടാനിൽ നിന്ന് എത്തിക്കുന്ന വാഹനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി ഇളവ് കൂടി ഇത്തരത്തിൽ ആഡംബര കാറുകൾ രാജ്യത്തെത്തിക്കുന്നതിന് ഏജന്റുമാർ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നതിൽ ഏതാനും ഇളവുകളും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഇതും തട്ടിപ്പ് സംഘം മുതലെടുത്തു. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് നിലവിൽ കേരളത്തിലേക്ക് ഇത്തരം വണ്ടികൾ എത്തിച്ചതെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിൽ നിന്നുള്ള വിവരത്തെ തുടർന്ന് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പും ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഭൂട്ടാൻ വാഹനം വാങ്ങിയവരിൽ ചിലരെ തിരിച്ചറിഞ്ഞെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളും വന്നതാണ്. കേരളത്തിൽ എത്തിച്ച് ഈ കാറുകൾ KL രജിസ്ട്രേഷനിലേക്ക് മാറ്റിയതായും വിവരങ്ങൾ കിട്ടിയിരുന്നു. അമേരിക്ക, റഷ്യ എംബസികൾ ഉൾപ്പെടെ പല വിദേശ എംബസികളുടെയും പേരും രേഖകളും വ്യാജമായി ഉപയോഗിച്ച് അവരുടേതാണ് ഈ വാഹനം എന്ന പേരിലും തട്ടിപ്പ് നടത്തി. പരിവാഹൻ വെബ്സൈറ്റിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് വ്യാജരേഖകൾ അപ്ലോഡ് ചെയ്തതായാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെയുള്ള വണ്ടികൾ അതിർത്തി വഴി കടത്തുമ്പോൾ അതിൽ മയക്കുമരുന്നും സ്വർണവും ഉൾപ്പെടെ കടത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വലിയ രീതിയിൽ രാജ്യത്തിന് സാമ്പത്തികമായി അടക്കം വെല്ലുവിളി ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ. ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളില്ല. വാങ്ങിയ പണം എങ്ങനെ കൈമാറി എന്നതിനും രേഖകളില്ല. വലിയൊരു നികുതി തട്ടിപ്പ് ശൃംഖല തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റംസ് രാജ്യവ്യാപകമായി ഓപ്പറേഷൻ നുംഖോർ എന്ന പരിശോധനയിലേക്ക് കടന്നത്. ദുൽഖർ സൽമാനും അമിത് ചക്കാലക്കിലും ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ ഈ റാക്കറ്റിനെ കുറിച്ച് അറിയാതെയാണോ ഈ വാഹനങ്ങൾ വാങ്ങിയതെന്നും കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ നിയമലംഘനം അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും വാഹനം വാങ്ങിയതിന്റെ കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കുടുങ്ങുമെന്ന് ഉറപ്പാണ്.